ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 100% കംപ്ലീറ്റ് ആയി. സോ ഇനി നമുക്ക് വ്യൂ യുവർ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് കാണാവുന്നതാണ്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് ഏതാണോ വേണ്ടത് അതിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എല്ലാ പേജസും എഡിറ്റ് ചെയ്യണം. അതുപോലെ കംപ്ലീറ്റ് വെബ്സൈറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ ലൈവ് ആക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തായാലും നമുക്കിതൊരു എന്താ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ആക്കി വെക്കാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കുണ്ട്. അതായത് പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആരെങ്കിലും ഈ ഒരു URL സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ ഇത് നമ്മുടെ ഒരു സബ്ജക്റ്റ് അല്ല. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് മാറ്റി എല്ലാം ചേഞ്ച് ചെയ്യണം. സോ അതായത് ഇവിടെ നമുക്ക് ഹെഡിങ് കാണാൻ പറ്റും, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് ആ ഒരു നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടുത്തെ ഇമേജ് മാറ്റി ചേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള കസ്റ്റമൈസ് ചെയ്ത് ആക്കി എടുക്കേണ്ടതാണ്. സോ എങ്കിലും നമുക്കെന്താ വളരെ വേഗത്തിൽ നമുക്കിതെന്താ ചെയ്യാൻ സാധിക്കും. സോ ഇനി അതെങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് അത് കൺസ്ട്രക്ഷൻ എന്ന രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വീണ്ടും നമുക്ക് നമ്മുടെ ആ ഒരു ഇതിൽ വരിക. ഇതിൽ വന്നതിന് ശേഷം നമുക്ക് ഡാഷ്ബോർഡിൽ വരിക. ഇവിടെ നമുക്കൊരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഈ വെബ്സൈറ്റ് ആരെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു ലിങ്കിൽ കയറാൻ നേരത്ത് വെബ്സൈറ്റ് എന്താ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലഗിൻ യൂസ് ചെയ്യാം. ആ പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെക്കാം. സോ അതിനുശേഷം നമുക്ക് വെബ്സൈറ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡാഷ്ബോർഡിൽ വന്നു. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലഗിന് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും പ്ലഗിൻസ് വരിക. പ്ലഗിൻസ് വന്നതിന് ശേഷം ഇവിടെ ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ന്യൂ പ്ലഗിനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോർമലി പ്ലഗിൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വെബ്സൈറ്റ് അണ്ടർ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കീവേഡ് ഞാൻ കംപ്ലീറ്റ് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്ലഗിൻ്റെ നെയിം അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അല്ലാതെ ഇങ്ങനെയൊന്നും കൊടുക്കാം. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിയാൻ നേരത്തെ ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ URL ഇപ്പോൾ നമുക്ക് ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ വെബ്സൈറ്റ് നമുക്ക് കാണിച്ചു തരും. സോ ഈ വെബ്സൈറ്റ് നമുക്കിനി എഡിറ്റ് ചെയ്ത് അത് നമ്മുടെ കണ്ടന്റ് ആക്കി കഴിഞ്ഞാലേ ഉള്ളൂ അത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ നെയിമും കണ്ടന്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത് കാണിക്കേണ്ട, വെബ്സൈറ്റ് കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്. അതിനകത്ത് ഈ സെക്കൻഡ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലഗിന് നമുക്ക് ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേന് അതിൻ്റെ എത്ര ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേറ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേഷൻ എന്നാണ് ലാസ്റ്റ് അപ്ഡേഷൻ 1 month എക്കോ. ഓക്കെ, അതുപോലെ ഒരുപാട് പ്ലഗിൻസ് നിങ്ങൾ ഇത് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലഗിനാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ നൗ കൊടുക്കുന്നു. ഇൻസ്റ്റാൾ നൗ കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിപ്പോൾ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അത് ആക്ടിവേറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലഗിൻ ഇവിടെ ആക്ടിവേറ്റ് ആകും. സോ അത് ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ആരെങ്കിലും വന്ന് നോക്കി കഴിയുമ്പോൾ പിന്നെ ആ ഒരു വെബ്സൈറ്റിൽ കണ്ടന്റ് കാണിക്കത്തില്ല. ഇതുപോലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതായിരിക്കും കാണിക്കുന്നത്. സോ ആക്ടിവേറ്റ് ആക്കുന്നു. ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്ലഗിന് നമുക്കിവിടെ ടോപ്പിൽ കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഡാഷ്ബോർഡിൻ്റെ നമുക്ക് ടോപ്പിൽ ഇവിടെ നമുക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലഗിൻ എന്താണ് ഇപ്പോൾ അത് ഓൺ ആകും. സോ ഇങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇവിടെ വന്ന് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. സോറി വി ആർ ഡൂയിങ് സം വർക്ക് ഓൺ ദിസ് സൈറ്റ്.
സോ ഇങ്ങനെ നമുക്ക് ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. സോ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വീണ്ടും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. സോ ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ മോഡ് ഈസ് എനേബിൾഡ് ബട്ട് യു ആർ വൈറ്റ് ലിസ്റ്റഡ്, സോ യു സീ ദ നോർമൽ സൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇത് കോപ്പി ചെയ്തതിന് ശേഷം മറ്റൊരു ഗൂഗിളിൻ്റെ മറ്റൊരു മെയിലിൽ മറ്റൊരു ഗൂഗിൾ അക്കൗണ്ടിൽ ഞാൻ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്തു. അതായത് എനിക്ക് ആ മെയിൽ ത്രൂ ആക്സസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ വെബ്സൈറ്റ് കാണാൻ സാധിച്ചത്. പക്ഷേ വേറൊരു അക്കൗണ്ട് വേറെ ആൾ കയറി നോക്കുവാണെങ്കിൽ കാണുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഇനി നമുക്ക് എന്താണ് ഇത് വെബ്സൈറ്റ് കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത്, അതായത് ഇപ്പം നമുക്കുള്ളത് ഓരോ പേജസും ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻറ്റ് പേജസ് നമുക്ക് മാറ്റി എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. സോ അത് നമുക്ക് ഇനി എങ്ങനെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.